ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന 145 കോടി ജനങ്ങളുടെയും പേരിലാണ്. അല്ലാതെ ഏതെങ്കിലും ആരെയെങ്കിലും വെല്ലുവിളിക്കാനോ ആരെയെങ്കിലും അപഹസിക്കാനോ അശ്ലീല പരാമർശം നടത്തുന്നതിനോ വേണ്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് ഈ ഒരു മഹനീയ പരിപാടിക്ക് നേരെ കുരയ്ക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി, സംഘടന തെറ്റിപ്പോയി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങളുടെ സംഘടനയ്ക്ക് ഈ രാഷ്ട്രത്തെ ഒറ്റുകൊടുത്ത ചരിത്രമില്ല. ഈ രാഷ്ട്രത്തെ ഒറ്റുകൊടുത്ത 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത ബ്രിട്ടീഷുകാരനെ മാപ്പെഴുതി കൊടുത്ത് 100 തവണ ഇരന്ന് മാപ്പെഴുതി കൊടുത്ത 1947 സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കാതെ ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ രക്തം ഞങ്ങളുടെ ജീനുകളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ രക്തക്കുഴലുകളിലുള്ള രക്തം ദേശസ്നേഹത്തിന്റെയും കലർപ്പില്ലാത്തതിന്റേതുമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭാരതമാതാവിന് ജയ് വിളിക്കാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ രക്തത്തിൽ ഞങ്ങൾക്ക് സംശയമില്ലാത്തിടത്തോളം കാലം ആരെയും അപഹസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ രക്തത്തിൽ കലർപ്പുള്ളവർക്കാണ് മറ്റുള്ളവരെ അപഹസിക്കണമെന്നും അസഭ്യം പറയണമെന്നും തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള സാവകാശവും സൗമനസ്യവും നിങ്ങൾ കാണിക്കണം. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി നടത്തിയ ദേശവിരുദ്ധമായ പ്രവർത്തനത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഭാരതാംബ എന്നുള്ളത് മന്ത്രി പ്രസാദിന് തൊട്ടുകൂടാത്തതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഭാരതാംബ എന്നുള്ളത് ഈ രാഷ്ട്രത്തിൽ ജനിക്കുന്ന 145 കോടി ജനങ്ങളുടെയും അമ്മയാണ്. ആ അമ്മയെ പൂജിക്കുക എന്നത് RSSകാരന്റെയും BJPക്കാരന്റെയും മാത്രം ചുമതലയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ പ്രതിഷേധത്തിന് അടിസ്ഥാനമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഭാരതത്തെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭാരതാംബ എന്നുള്ളത് RSSകാരന്റെ സങ്കല്പം മാത്രമല്ല. ഭാരതാംബ എന്നുള്ളത് 145 കോടി ജനങ്ങളുടെയും സങ്കല്പമാണ്. അതുകൊണ്ട് എല്ലാ രാഷ്ട്ര സ്നേഹികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഭാരതാംബയെ അപഹസിക്കുക എന്നുള്ളത് ഈ രാഷ്ട്രത്തെ ഒറ്റുകൊടുക്കുന്നവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലടക്കം ഈ രാഷ്ട്രത്തെ ഒറ്റുകൊടുത്ത പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം ഈ രാഷ്ട്രത്തിൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടായപ്പോൾ അതിനെ ഒറ്റുകൊടുത്ത ഒരു സമരം, ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ചൈനീസ് പക്ഷം ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഉപ്പുവെച്ച കലം പോലെ ആയത് എന്നതിന്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. ഈ പ്രസ്ഥാനം ഉപ്പുവെച്ച കലം പോലെ ആയത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ വെല്ലുവിളിക്കാനോ നിങ്ങളെ ഇകഴ്ത്താനോ നിങ്ങളെ അപഹസിക്കാനോ ഒന്നുമല്ല, മറിച്ച് ഈ രാഷ്ട്രത്തിന്റെ അഭിമാനമായ ഭാരതാംബയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി ഭാരതാംബ എല്ലാവരുടെയും അമ്മയാണ് എന്ന് മറന്നുപോയ കമ്മ്യൂണിസ്റ്റുകാരനെ അത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട്